നമസ്കാരം. ന്യായത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും ആൾരൂപമായിട്ടുള്ള മഹാഭാരതത്തിലെ ഒരാൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, അത് മറ്റാരുമല്ല, യുധിഷ്ഠിരൻ, പാണ്ഡവരിലെ ഒന്നാമൻ. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ധർമ്മജൻ എന്നാണ്. ഈ ധർമ്മജൻ എന്നുള്ള പേര് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിപ്പോ ആ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കിട്ടുന്ന വിവരം എന്താണെന്നറിയും? സിനിമാ താരം ധർമ്മജൻ ബോൾഗാട്ടിയെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് ആദ്യം കിട്ടുക. അതിന് 4-5 സെർച്ച് റിസൾട്ടിന് താഴെയായിട്ടായിരിക്കും മഹാഭാരതത്തിൽ പറയപ്പെട്ടിട്ടുള്ള യഥാർത്ഥ ധർമ്മജന്റെ വിവരങ്ങൾ നമുക്ക് കിട്ടുക. ഇത് പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കാര്യം രസകരമായിട്ട് പറഞ്ഞു എന്ന് പറയാം. അതുപോട്ടെ, നമുക്ക് ധർമ്മജന്റെ കാര്യത്തിലേക്ക് മടങ്ങി വരാം. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ എന്തിന് അദ്ദേഹത്തെ പറ്റി പഠിക്കണം? അതാകട്ടെ ആദ്യം. ഏതൊരു മനുഷ്യനും മനസ്സുമെടുത്ത് വീണുപോകുന്ന പല സന്ദർഭങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് യുധിഷ്ഠിരൻ മഹാഭാരതത്തിൽ. ഈ അവസരങ്ങളിലെല്ലാം അദ്ദേഹം കാണിക്കുന്ന ക്ഷമ, സ്ഥൈര്യം, അചഞ്ചലത, ഈ 3 ഗുണങ്ങൾ മാത്രം മതി നമുക്ക് അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ. കാരണം ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ, കേവലം ക്ലാസ് ടെസ്റ്റുകളിലാണെങ്കിൽ കൂടിയും മാർക്കൊന്ന് കുറഞ്ഞാൽ, ഇനി അതുമല്ലെങ്കിൽ തമാശയ്ക്ക് ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ പോലും ജീവിതം അവസാനിപ്പിക്കാൻ ഉൾപ്പെടുന്ന യുവാക്കളുള്ള ഈ കാലത്ത് നമുക്ക് ധർമ്മജനെ പറ്റി പഠിക്കാതിരിക്കാനാവില്ല. പഠിക്കുക തന്നെ വേണം. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. പോകാം വീഡിയോയിലേക്ക്. കുന്തിയുടെ 2ാമത്തെ പുത്രനായിരുന്ന ധർമ്മപുത്രർ പഞ്ചപാണ്ഡവരിൽ മൂത്തവനും ലോകത്തിലെ ധാർമ്മികരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനുമായിരുന്നുവെന്ന് വ്യാസമുനി വ്യക്തമാക്കിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ പിതാവായ പാണ്ഡുവിന് വനത്തിൽ വെച്ച് അകാല മരണം സംഭവിച്ചതിനാൽ അമ്മയോടും സഹോദരന്മാരോടും ഒത്ത് അദ്ദേഹം ഹസ്തിനപുരിയിലെത്തി കൗരവരോടൊപ്പം താമസം തുടങ്ങുന്നു. പാണ്ഡവർ തമ്മിലുള്ള കെട്ടുറപ്പ് കണ്ടിട്ടും അവർക്ക് പകുതി രാജ്യം കൊടുക്കേണ്ടി വരുമല്ലോ എന്ന ചിന്തകൾ കൊണ്ടും കൗരവരിൽ സ്പർദ്ധ ഉണ്ടായി വന്നു. ഈ സ്പർദ്ധ വളർന്ന് പാണ്ഡവരുടെ ജീവൻ അപായപ്പെടുത്തുന്ന തരത്തിലുള്ള ഗൂഢമായ ആലോചനകളിലേക്കും പ്രവർത്തികളിലേക്കും അത് വളർന്നു. അരക്കില്ലത്തിൽ കൗരവർ ഒരുക്കിയ ചതിയിൽ നിന്നും രക്ഷപ്പെട്ട ധർമ്മജനും അനുജന്മാരും കുറച്ചുകാലം കൗരവരിൽ നിന്ന് അകന്ന് രഹസ്യമായി കഴിഞ്ഞുകൂടി. ഈ കാലത്താണ് അവർ പാഞ്ചാലി സ്വയംവരത്തിൽ പങ്കെടുക്കുന്നതും ദ്രൗപദിയെ വിവാഹം കഴിക്കുന്നതും. തുടർന്ന് ധർമ്മപുത്രർ തങ്ങൾക്ക് ലഭിച്ച അർദ്ധരാജ്യത്തിന്റെ രാജാവായി തീരുന്നു. ഇന്ദ്രപ്രസ്ഥം തലസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന ധർമ്മജൻ വലിയ ചക്രവർത്തിമാർ മാത്രം നടത്തിയിരുന്ന രാജസൂയ യാഗം നടത്തി. ഇതിൽ പങ്കെടുക്കാനെത്തിയ കൗരവർ പാണ്ഡവർ നേടിയ ഐശ്വര്യത്തിൽ അസൂയാലുക്കളായി. ദുര്യോധനൻ കള്ളച്ചൂതുകളിയിൽ കേമനായ തന്റെ അമ്മാവൻ ശകുനിയുടെ സഹായത്തോടെ ധർമ്മജനെ ചൂത് കളിക്കാൻ ക്ഷണിച്ചു. കുതന്ത്രം കൊണ്ട് ചൂതിൽ തോൽപ്പിച്ച് സ്വന്തം ഭാര്യയെയും സഹോദരന്മാരെയും ധർമ്മജനെ കൊണ്ട് പണയം വെപ്പിച്ചു. ആ സഭയിൽ വെച്ച് ദ്രൗപദിയെ അപമാനിച്ചു. ദ്രൗപദിയുടെ കഷ്ടാവസ്ഥയിൽ മനസ്സലിഞ്ഞ ധൃതരാഷ്ട്രരുടെ കരുണയിൽ പണയപ്പെടുത്തിയ സ്വത്തെല്ലാം പാണ്ഡവർക്ക് തിരികെ നൽകുന്നു. പക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി ചൂത് കളിക്കാൻ നിർബന്ധിതനാകുന്ന ധർമ്മപുത്രർ അതിലും പരാജിതനായി കഠിനമായ വനവാസവും അജ്ഞാതവാസവും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ധർമ്മപുത്രർക്ക് അജാതശത്രു എന്നൊരു പേര് കൂടി ഉണ്ട് കേട്ടോ. ഈ പേര് ലഭിക്കാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയ യാഗം നടത്തിയ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഈ യാഗം സമാപിച്ചതിന് പിന്നാലെ വ്യാസമഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞു, അല്ലയോ ധർമ്മപുത്ര, ഭാവിയിൽ കൊടിയ വിനാശമാണ് ഞാൻ കാണുന്നത്. രാജ്യം മൂലം ക്ഷത്രിയരെല്ലാം നശിക്കും. ദുര്യോധനന്റെയും ശകുനിയുടെയും ദുർനയങ്ങളാണ് ഇതിനിടയാക്കുക. ബന്ധുക്കൾ പരസ്പരം കൊന്നൊടുക്കും, കുലം മുടിയും. 13 കൊല്ലക്കാലം ഇതിന് പ്രസക്തിയുണ്ട്. ഭവാൻ യഥോചിതം പ്രവർത്തിച്ചാലും. വ്യാസന്റെ വാക്കുകൾ കേട്ട് ഭയന്ന യുധിഷ്ഠിരൻ അന്ന് മുതൽ ഒരു കടുത്ത തീരുമാനം കൈക്കൊണ്ടു. ഇന്നു മുതൽ ഞാൻ ഒരിക്കലും ആരെയും ശത്രുവായി കാണില്ല. വരുന്ന 13 കൊല്ലക്കാലം ആരെയും വെറുക്കാതെയും ആർക്കും അഹിതം പ്രവർത്തിക്കാതെയും പറയാതെയും കഴിഞ്ഞുകൂടും. ദുഷ്ടനായ ദുര്യോധനനോട് പോലും ഞാൻ ക്ഷമിക്കും. ഈ പ്രതിജ്ഞയെ തുടർന്നാണ് ധർമ്മപുത്രർക്ക് അജാതശത്രു എന്ന പേര് കൈവന്നത്. 13 വർഷം നീണ്ട വനവാസവും അജ്ഞാതവാസവും ഒക്കെ കഴിഞ്ഞെത്തിയ ധർമ്മപുത്രർ തങ്ങൾക്ക് അവകാശപ്പെട്ട പകുതി രാജ്യത്തിനായി ദുര്യോധനനെ സമീപിച്ചുവെങ്കിലും അയാൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞങ്ങൾക്ക് ഒരു ദേശമെങ്കിലും തരൂ എന്ന് താണു പറഞ്ഞ യുധിഷ്ഠിരനോട് സൂചി കുത്താൻ പോലും സ്ഥലം നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ ധർമ്മജൻ യുദ്ധത്തിന് നിർബന്ധിതനാവുകയാണ് ഉണ്ടായത്.
വ്യാസൻ കൊടുത്ത മുന്നറിയിപ്പ് പോലെ തന്നെ കുലം മുടിച്ച കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ധർമ്മജൻ രാജ്യഭാരം ഏറ്റെടുത്തുവെങ്കിലും അദ്ദേഹത്തിന് മനഃശാന്തിയില്ലായിരുന്നു. പാണ്ഡവ മാതാവായ കുന്തി ധൃതരാഷ്ട്രയുടെയും ഗാന്ധാരിയുടെയും കൂടെ വനവാസത്തിനായി തിരിച്ചത് ധർമ്മജനെ വല്ലാതെ ഉലച്ചു. തന്റെ മൂത്ത മകനായ കർണൻ മരണപ്പെട്ടതിനെ തുടർന്നാണ് കുന്തി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. കർണൻ തങ്ങളുടെ സഹോദരനായിരുന്നു എന്നുള്ള വിവരവും ധർമ്മജനെ ഏറെ വിഷമിപ്പിച്ചു. തുടർന്നങ്ങോട്ട് വനവാസത്തിന് പോയ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിദേവിയും എല്ലാം കാട്ടുതീയിൽപ്പെട്ട് മരണമടഞ്ഞതും യാദവകുലം തമ്മിലടിച്ചു നശിച്ചതും ബലരാമന്റെയും കൃഷ്ണന്റെയും എല്ലാം മരണവും അങ്ങനെ എല്ലാം യുധിഷ്ഠിരനെ രാജ്യം ഉപേക്ഷിക്കുന്ന കടുത്ത തീരുമാനത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. തുടർന്ന് രാജ്യകാര്യങ്ങൾ യുയുത്സുവിനെ ഏൽപ്പിച്ച് അടുത്ത രാജാവായി പരീക്ഷിത്തിനെയും തീരുമാനിച്ചിട്ട് മഹാപ്രസ്ഥാനത്തിനായി ധർമ്മജനും അനുജന്മാരും ദ്രൗപദിയോടൊത്ത് രാജ്യം ഉപേക്ഷിച്ചിറങ്ങി. അപ്പോൾ ഇന്ന് പറഞ്ഞ ധർമ്മപുത്രരുടെ വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കാണുമല്ലോ, ഒട്ടും മടിക്കണ്ട, കമന്റ് ബോക്സിൽ കുറിക്കാം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തോളുക. കാരണം നിങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ള തോന്നൽ എന്നിലുണ്ടാവുമ്പോഴാണ് കൂടുതൽ മികച്ചത് ഒരുക്കാനുള്ളൊരു പ്രേരണയാകുന്നത്. സോ വരുന്ന വീഡിയോകൾ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. നമസ്കാരം.